കർത്താവിന് പ്രിയങ്കരനായി ജീവിച്ച ഹേനോക്കും തലമുറയിലെ കറയറ്റ മനുഷ്യനായ നോഹയും. ഹേനോക്കിന്റെ ജീവിതകാലം 365 വർഷമായിരുന്നു. ഹേനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു. പിന്നെ അവനെ കണ്ടിട്ടില്ല. ദൈവം അവനെ എടുത്തു. ഉൽപ്പത്തി 5:22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. മനുഷ്യർ ഭൂമിയിൽ പെരുകാൻ തുടങ്ങുകയും അവർക്ക് പുത്രിമാർ ജനിക്കുകയും ചെയ്തപ്പോൾ മനുഷ്യപുത്രിമാർ അഴകുള്ളവരാണെന്ന് കണ്ട് ദൈവപുത്രന്മാർ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെയെല്ലാം ഭാര്യമാരായി സ്വീകരിച്ചു. ഉൽപ്പത്തി 6:1-2 വാക്യങ്ങൾ. എന്താണ് ഇതിന്റെ അർത്ഥം? ദേവതുല്യരായി ആത്മീയമായി ജീവിച്ചിരുന്ന അഥവാ ജീവിക്കേണ്ട മനുഷ്യൻ ജഡിക സുഖങ്ങളിൽ മുഴുകി ജീവിച്ചു എന്നതാണ് ഇതർത്ഥമാക്കുന്നത്. അപ്പോൾ ദൈവമായ കർത്താവ് പറഞ്ഞു, എന്റെ ചൈതന്യം മനുഷ്യനിൽ എന്നേക്കും നിലനിൽക്കുകയില്ല, അവൻ ജഡമാണ്. ഉൽപ്പത്തി 6:3. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നെന്നും അവന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു. ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു. അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. എന്നാൽ നോഹ കർത്താവിന്റെ പ്രീതിക്ക് പാത്രമായി. ഉൽപ്പത്തി 6:5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. നോഹ നീതിമാനായിരുന്നു, ആ തലമുറയിലെ കറയറ്റ മനുഷ്യൻ. അവൻ ദൈവത്തിന്റെ മാർഗത്തിൽ നടന്നു. ഉൽപ്പത്തി 6:9. മനുഷ്യന്റെ അകൃത്യങ്ങൾ കാരണം ദൈവം ഭൂമിയെ നാമാവശേഷമാക്കാൻ തീരുമാനിച്ചു. ദൈവം മുന്നറിയിപ്പ് നൽകിയിട്ടും ആരും അതിന് ചെവി കൊടുക്കുകയോ അനുതപിച്ച് തിന്മയുടെ വഴികൾ ഉപേക്ഷിക്കുകയോ ചെയ്തില്ല. ദൈവത്തിന്റെ മുന്നറിയിപ്പിന് അവർ യാതൊരു വിലയും കൽപ്പിച്ചില്ല. ക്ഷമയോടെ കാത്തിരുന്ന ദൈവത്തിലേക്ക് അവർ തിരിഞ്ഞില്ല. 1 പത്രോസ് 3:20. എന്നാൽ ഈ തിന്മയുടെ മധ്യേ പാപത്താൽ സ്പർശിക്കപ്പെടാതെ ജീവിച്ച നീതിമാനായ ഒരു വ്യക്തിയുണ്ടായിരുന്നു, നോഹ. ഈ തലമുറയിൽ നിന്നെ ഞാൻ നീതിമാനായി കണ്ടിരിക്കുന്നു. ഉൽപ്പത്തി 7:1. ജലപ്രളയത്തിൽ നിന്ന് നീതിമാനായ നോഹയെ രക്ഷിക്കാനായി അവനോടൊരു പെട്ടകം നിർമ്മിക്കാൻ ദൈവം ആവശ്യപ്പെട്ടു. ദൈവം കൽപ്പിച്ച പ്രകാരം വള്ളി പുള്ളി തെറ്റിക്കാതെ അവൻ പ്രവർത്തിച്ചു. നോഹയെയും അവന്റെ കുടുംബത്തെയും പെട്ടകത്തിൽ പ്രവേശിക്കാൻ ദൈവം കൽപ്പിച്ചു. അതോടൊപ്പം ഭൂമുഖത്ത് വംശം നിലനിർത്താനായി എല്ലാ പക്ഷിമൃഗാദികളെയും ഇഴജന്തുക്കളെയും ജോഡികളായി പെട്ടകത്തിൽ കയറ്റാൻ കർത്താവ് ആവശ്യപ്പെട്ടതനുസരിച്ച് നോഹ പ്രവർത്തിച്ചു. 40 രാവും പകലും നീണ്ടുനിന്ന ജലപ്രളയത്താൽ എല്ലാം നശിപ്പിച്ചു. ഭൂമുഖത്തു നിന്ന് തിന്മയെ ദൈവം തുടച്ചു മാറ്റി. തിന്മയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് അവനെ വേഗം രക്ഷിച്ചു എന്ന് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ. ജ്ഞാനം 4:14.